ഹായ്, എൻ്റെ പേര് ഷംന. ഞാൻ ഈ ജൂൺ 3-നായിരുന്നു ഹാർഡ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ. എക്സാമിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡോ സർ, കൃപ മാം, പിന്നെ ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട് വാജിദ്, എല്ലാവരോടും ബിഗ് താങ്ക് യു. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസും നാസ് ആൻഡ് ജിഹാദ് ഫയൽസിൽ നിന്ന് ഉള്ളത് തന്നെയായിരുന്നു. ഫയൽസിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാക്ട്ലി അതുപോലെ അല്ലെങ്കിലും അതിലുള്ള കോൺസെപ്റ്റ്സ് വെച്ചിട്ട് ലോങ് കേസസും പിന്നെ കുറച്ച് ട്വിസ്റ്റഡൊക്കെ ആയിട്ടാണ് അവർ ചോദിക്കുന്നത്. പിന്നെ കാൽക്കുലേഷൻസിൻ്റെ കാര്യമാണെങ്കിൽ ഒരു 12-13 അത്ര എണ്ണം കാൽക്കുലേഷൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഫയൽസിൽ കണ്ട് ഫെമിലിയറായ പാറ്റേണിലുള്ള കാൽക്കുലേഷൻസ് തന്നെയായിരുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും ബാക്കി വന്നിട്ടില്ല. ലാസ്റ്റ് മിനിറ്റൊക്കെ ഞാൻ കുറച്ച് റഷായിട്ടാണ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫ്ലാഗ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമ്മൾ അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് റീചെക്ക് ചെയ്യാൻ ഫസ്റ്റ് മുതൽ ഒന്നുകൂടി റീചെക്ക് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ ഒരു സ്ലോ പേഴ്സണാണ്. അപ്പം എന്നെപ്പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ സമയത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ സ്റ്റഡി മെത്തേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിയറി ക്ലാസ്സസൊക്കെ പെട്ടെന്ന് കേട്ട് തീർത്തിട്ട് കൂടുതലും ഫയൽസിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫയൽസിലുള്ള ക്വസ്റ്റ്യൻസിൽ തന്നെ പല മിസ്റ്റേക്സ് ഉള്ളതും കുറേ കൺഫ്യൂഷൻസ് ഉള്ളതൊക്കെ ഉണ്ടാകും. അപ്പം അത് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനും അത് കൺഫേം ചെയ്യാനും അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് അതൊക്കെ കൺഫേം ചെയ്യാനാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, ഡാറ്റ ഫ്ലോ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡേറ്റ് എടുത്ത് എക്സാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഫയൽസിലുള്ള കോൺസെപ്റ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം ഇനി കൂടുതൽ നമ്മൾ പേടിച്ച് ബാക്കിൽ നിന്നിട്ട് പാറ്റേൺ മാറുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ റിസ്ക് എടുക്കുന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് ഡേറ്റ് എടുത്ത് എക്സാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.